എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്? നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യണതായിരിക്കണം. അതെങ്ങനെ? ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ ന്യൂട്രിയൻസ്. എന്തൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻസ് ലൈക്ക് പ്രോട്ടീൻ, മൈക്രോ ന്യൂട്രിയൻസ് ലൈക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ്, പോളിഫിനോൾസ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ 80% ആൽക്കലൈൻ ഫുഡും 20% അസിഡിക്കുമാണ് വേണ്ടത്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ടോട്ടലി വിപരീതമായിട്ടൊരു ഫുഡ് ഹാബിറ്റാണ് ഇപ്പോൾ ആൾക്കാർക്കുള്ളത്. ഇംബാലൻസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് മെയിൻ റീസൺ ഫോർ ഒബേസിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ഒരു ഫുഡ് പ്ലേറ്റ് എങ്ങനെയായിരിക്കണം? ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മലയാളികൾ നമ്മുടെ ചോറാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ ആ ചോറിൻ്റെ കൂടെ കുറച്ച് കറിയോ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ്, തോരനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു മീൻ കറിയോ ഇറച്ചിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ശരിയായ രീതിയിലൊരു മീൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിൻ്റെ നേർ പകുതി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിരിക്കണം നേർ പകുതി, ബാക്കി പകുതി ആയിരിക്കണം കാർബും അതേപോലെ പ്രോട്ടീനും. കാർബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചോറ്. അപ്പോൾ നമ്മുടെ 4/1 നമ്മുടെ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറാണെങ്കിലോ മില്ലറ്റ് ആണെങ്കിലോ വീറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അതൊരു ഭാഗേ പാടുള്ളൂ, ബാക്കിയുള്ളത് പ്രോട്ടീനും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ഫുഡാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ആർ വി ടേക്കിംഗ് എ പ്ലേറ്റ് ഓഫ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് ചോദിച്ചാൽ ആൻസർ വിൽ ബി നോ. അങ്ങനെയാണെങ്കിൽ വൈ വി നീഡ് സംതിങ് മോർ? എന്തിനാ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എടുക്കണം എന്ന് പറയുന്നത്? ഒരു റീസൺ നമ്മുടെ സോയിൽ ഡെപ്ലീഷനാണ്. ക്രോപ്സിൽ ന്യൂട്രിയൻസിനെ കുറയ്ക്കുകയാണ്. പിന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടേഷൻ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയ്ക്കുന്നു. കാരണം കുറേ ദിവസം ഇരുന്ന് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ, പല സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും തന്നെ അതിനകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞു തുടങ്ങും. നമ്മൾ യൂസ് ചെയ്യുന്ന റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇതെല്ലാം ന്യൂട്രിയൻസിനെ കുറയ്ക്കുന്നു. കൂടാണ്ട് വീക്ക് ഡൈജഷൻ ആണ് ഇന്നൊരു പ്രത്യേകമായിട്ട് കാണുന്ന എല്ലാവരിലും. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, സ്ട്രെസ്സ്, പിന്നെ റേഡിയേഷൻ. 24 മണിക്കൂറും 7 ദിവസവും ആഴ്ചയിൽ നമ്മൾ വി ആർ പ്രോൺ ടു റേഡിയേഷൻ. അതിന് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുന്നു. പൊല്യൂഷൻ, ആയിരക്കണക്കിന് കെമിക്കൽസിലേക്കാണ് നമ്മൾ എന്നും എക്സ്പോസ്ഡ് ആവുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നല്ലൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി നറിഷ്ഡ് ആയിരിക്കണം, കലോറി കുറവായിരിക്കണം, എനർജി തരുന്നതായിരിക്കണം, ഇമ്മ്യൂണിറ്റി തരുന്നതായിരിക്കണം, ഹാർട്ട് ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യേണ്ടതായിരിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം കൂടെ അടങ്ങുമ്പോഴാണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് നമ്മൾ പറയാം. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ജേർണിയിലായിരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവർ 2 ഹോർമോൺ ബാലൻസ് കൊണ്ടുവരണം അവരുടെ ശരീരത്തിൽ. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ. വയറ് ഫുള്ളായി എന്നുള്ളൊരു ഫീൽ തരുന്നത് ഈ ലെപ്റ്റിൻ ഹോർമോണാണ്. അത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യണം, ഫാറ്റ് സെൽസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത് പറയണം, നമുക്ക് ഓരോ സമയത്തും വിശപ്പ് അറിയിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ വിശക്കുന്ന ഒരു ഫീല് കൊണ്ടുവരുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അതാണ് ഗ്രലിൻ. സമയാസമയത്ത് നമ്മളെ അറിയിക്കും നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്ന് അറിയിക്കുന്നതാണ് ഈ ഒരു ഹോർമോൺ. ലെപ്റ്റിൻ ഫാറ്റ് സെൽസിലാണ് ഉണ്ടാവുന്നത്. ഫാറ്റ് കുറയുന്നതനുസരിച്ച് ലെപ്റ്റിൻ്റെ അളവ് കുറയും. ഫുള്ളായി എന്നുള്ളൊരു ഫീല് തരണത് നിന്ന് തുടങ്ങും. അപ്പം നമ്മൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ടെൻഡൻസി വെയിറ്റ് ലോസിങ് സമയത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള സമയമായി അറിയിക്കുന്ന ഹോർമോൺ ഗ്രലിൻ ആണെങ്കിൽ ഇത് വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോഴും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടി വരുന്നു. അതാണ് ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ആൾക്കാർക്ക് ചില സമയത്ത് ഭയങ്കര ക്രേവിങ്സും കഴിക്കണം എന്നുള്ള ഫീല് വരുന്നതും വലിച്ചുവാരി കഴിക്കാൻ തുടങ്ങുമ്പോൾ വലിച്ചുവാരി കഴിക്കാനുള്ള തോന്നൽ വരുന്നതിൻ്റെ കാരണം ഈ 2 ഹോർമോണിനെയും ബാലൻസ് ചെയ്ത് നിർത്താണ്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഈ ഹോർമോണിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് ജേർണിയിൽ നമ്മൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സപ്ലിമെൻറ്റിനെ പറ്റിയാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ ഹിയർ വി ആർ ആഡിങ് സംതിങ് മോർ ടു അവർ ലൈഫ് ആൻഡ് ദാറ്റ് ഇസ് മോറോ ലൈഫ്. മോറോ ലൈഫ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ന്യൂട്രാസ്യൂട്ടിക്കൽ ഹെൽത്തി മെറ്റബോളിസം സപ്ലിമെൻ്റ് ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോറോ റെഡ് ഓറഞ്ച് ഫ്രം ഇറ്റലിയാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ദിസ് ഹാസ് അണ്ടർഗോൺ ക്വാളിറ്റി അഷ്വറൻസ് പ്രോസസ് ആൻഡ് ദ ക്വാളിറ്റി ഈസ് അഷ്വർഡ്. ഇതിനകത്ത് വേണ്ട വൈറ്റലായിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്, മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, ആൻറ്റി ഓക്സിഡൻസ് നിറച്ചുണ്ട്, ഓവറോൾ ഹെൽത്തിനുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് മുഴുവൻ ഇതിനകത്തുണ്ട്. ദിസ് ഇസ് റിച്ച് ഇൻ പോളിഫെനോൾസ്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പൗണ്ടാണ്. ബോഡി സ്റ്റേസ് ഹെൽത്തി ആൻഡ് ആക്റ്റീവ്, ബാലൻസ്ഡ് ആയിട്ട് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഓൾ ദ ടോക്സിൻസ്. വെയിറ്റ് ലോസ് ജേർണിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ ഡെഫിഷ്യൻസി വരിക എന്നുള്ളത്. ആന്റി ഓക്സിഡൻസിന്റെ കുറവ് വരിക. വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും വെയിറ്റ് ലോസിനുള്ള സ്ട്രെയിൻ്റെ ഇടയിൽ കുറേ അധികം ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അതിനുള്ള ഒരു ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ കുറവ് നമ്മൾ വെയിറ്റ് ലോസിന്റെ കൂടെ തന്നെ നമ്മുടെ ഹെൽത്തിനെ മോശമാക്കുന്ന ഒരു കണ്ടീഷനിലേക്കും കൂടെ വരും. അപ്പോൾ ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ, ഒരു 1-time സൊല്യൂഷൻ ഫോർ ദിസ് 3 പ്രോബ്ലംസ്. എന്തൊക്കെയാണ്? ആന്റി ഓക്സിഡൻസിനെ പ്രൊവൈഡ് ചെയ്യുക, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടുള്ള കീ ഇൻഗ്രീഡിയൻ്റ് ആണ് മോറോ റെഡ് ഓറഞ്ച്. റിച്ച് ഇൻ വൈറ്റമിൻ സി. ഫാറ്റ് സെൽസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പ്രൊവൈഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ഫൈറ്റ് ഫ്രീ റാഡിക്കൽ. റെഡ്യൂസസ് ബാഡ് കൊളസ്ട്രോൾ, ഇംപ്രൂവ് ഹെൽത്തി കൊളസ്ട്രോൾ. വേസ്റ്റ് ഹിപ്പ് സൈസും BMI മാനേജ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യണം. ഫാറ്റ് മാനേജ്മെൻറ്റിന് മെറ്റബോളിസം
കറക്റ്റ് ആക്കുന്നു. ഇതൊരു വലിയ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, കാരണം റിച്ച് ഇൻ വൈറ്റമിൻ സി ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് അയൺ ആൻഡ് സിങ്ക്. ഇൻഫെക്ഷൻസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവുന്ന ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാനും അതിനെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു സിങ്ക്. ഇത് സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഒരു ഡിഫൻസ് അഗെയിൻസ്റ്റ് സൺലൈറ്റ് ആൻഡ് ഗിവ്സ് എ യൂത്ത്ഫുൾ കോംപ്ലക്ഷൻ. ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഒരു ഹെൽത്തി സർക്കുലേറ്ററി സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. നീർവീക്കം കുറയ്ക്കും. എന്തൊക്കെ ഒരു പ്രശ്നമാണോ വെയിറ്റ് ലോസിൽ നമ്മൾ ഫേസ് ചെയ്യണം, അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റെ കൂടെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നെല്ലിക്ക. ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട്, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണം. പിന്നെ ഉള്ളത് മാതളം അല്ലെങ്കിൽ പൊമഗ്രാനൈറ്റ്. ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. നിറച്ച് ഫൈബർ കണ്ടന്റ് ആണ് അതിനകത്ത്. പിന്നെ ഉള്ളത് മുന്തിരി, ഗ്രേപ്സ്. വിശപ്പ് കൺട്രോൾ ചെയ്യാനായിട്ട് ഫൈബർ റിച്ച് ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. വെയിറ്റ് മാനേജ്മെന്റ് സമയത്തുള്ള ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ശരിയാക്കുന്നു. പിന്നെ ഉള്ളത് കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ. അതൊരു ഫുൾനെസ് ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും ഇല്ലാണ്ടാക്കുന്നു. പ്രോട്ടീൻ ഡൈജഷന് ഹെൽപ്പ് ചെയ്യണം. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഫ്രീ റാഡിക്കൽസ്. പിന്നെ ഉള്ളത് നാരങ്ങ, ലെമൺ. വൈറ്റമിൻ സി ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്, ഹെൽത്തിന് ഡൈജഷനും നല്ലതാണ്. പിന്നെ ഉള്ളത് ക്യാരറ്റ്. അത് ഒബേസിറ്റി പ്രിവെന്റ് ചെയ്യാനായിട്ട്, ഡൈജസ്റ്റീവ് ഹെൽത്ത്, ഇൻഫ്ലമേഷനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ, ഐസൈറ്റിന്, അതേപോലെ ഇതിനൊരു ബ്യൂട്ടി വൈറ്റമിൻ എന്നും കൂടിയാണ് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ളതാണ് ഗ്രീൻ ടീ. ഫാറ്റ് ബേൺ ചെയ്യാനും ഓവറോൾ ഹെൽത്തിനും മെറ്റബോളിസത്തിനെ സപ്പോർട്ട് ചെയ്യാനും. ഇത് മലബാർ ടാമറിൻ അല്ലെങ്കിൽ കൊടംപുളി. അത് ഹെൽത്തി കൊളസ്ട്രോളിന് നല്ലതാണ്, ഫാറ്റ് കൺട്രോൾ ചെയ്യാനും നല്ലതാണ്, വിശപ്പ് മാനേജ് ചെയ്യാനും നല്ലതാണ്, ഫോർ ഗുഡ് അപ്പറ്റൈറ്റ്. പിന്നെയുള്ളത് അശ്വഗന്ധ. അത് ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാൻ, സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടും വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണം. അലോവേറ ബവൽ മൂവ്മെന്റിന് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്, അത് മെറ്റബോളിസത്തിന് നല്ലതാണ്. പിന്നെയുള്ള ബെർമുഡ ഗ്രാസ്, കറുക. ലിവർ ഹെൽത്തിന് നല്ലതാണ്, കലോറി അബ്സോർപ്ഷന് നല്ലതാണ്, ഒരു ഫുൾനെസ് ഫീലിംഗും തരാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു യൂണിക് കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് മേക്സ് മോറോ ലൈഫ് സൂപ്പർ ആൻഡ് ഐഡിയൽ ചോയ്സ് ഫോർ ഓൾ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഹെൽത്തി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക്. ഇത് കൂടാണ്ട് മോറോ ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കുറേയധികം വൈറ്റമിൻസും മിനറൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ബി വൈറ്റമിൻസ് എല്ലാം തരുന്നുണ്ട്. B1, B2, B3, B6, B12 ഇതെല്ലാം മോറോ ലൈഫിലുണ്ട്. ഓരോ വൈറ്റമിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് മുഴുവൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. കൂടാണ്ട് വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഇ ഇതെല്ലാം ഇതിനകത്താണ്. അതായത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസും വാട്ടർ സോളിബിൾ വൈറ്റമിൻസും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാണ്ട് കുറച്ചധികം മിനറൽസ് ഇതിനകത്തുണ്ട്. അയൺ, സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം, സിലീനിയം, ക്രോമിയം. ഇത് പലതിനും പല ഗുണങ്ങളാണ്. ഓവറോൾ ഒരു സ്റ്റേബിൾ ഷുഗർ ലെവൽ ഉണ്ടാവാനായിട്ടും, നല്ലൊരു എനർജി ഉണ്ടാവാനായിട്ടും, RBC പ്രൊഡക്ഷൻ, ആൻറ്റി ഓക്സിഡൻസ്, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊരു ഷുഗർ ഫ്രീ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. കൺസ്യൂം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാഷെ 200 ml അല്ലെങ്കിൽ 250 ml വെള്ളത്തിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ കഴിക്കുക. അത് അധികം നേരം വെക്കാൻ പാടില്ല, ഉടനെ തന്നെ കഴിക്കണം. മെയിൻ ആയിട്ടുള്ള നമ്മുടെ 2 മീലിന് ശേഷം, ഉച്ചയ്ക്കും രാത്രിയും അല്ലെങ്കിൽ രാവിലെയും രാത്രി ഏതാണോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മീൽ, അതിനുശേഷം ഇത് കഴിക്കാവുന്നതാണ്. 3 to 6 months റെഗുലറായിട്ട് ഇത് കഴിക്കുക. 18 years ആൻഡ് എബവ് ഉള്ള ആൾക്കാർക്കാണ് ഇത് സൂട്ടബിൾ. ഇത് മാത്രം പോരാ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മോറോ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നത് ഹെൽത്തി വെയിറ്റ് ലോസ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ട ആൾക്കാർക്കുള്ളതാണ്. അതായത് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തുള്ള ജേർണിയിൽ കുറേയധികം സ്ട്രെസ്സും കുറേയധികം സ്ട്രഗിൾസും നമ്മുടെ ഡയറ്റിനകത്തും എക്സസൈസിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമുക്ക് വെയിറ്റ് കുറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഓഫ് മോറോ ലൈഫ് കുറേയധികം നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, വേണ്ട പോഷകങ്ങൾ തരുന്നു. 2, ഫാറ്റ് സെൽസിനെ ബേൺ ചെയ്യാനായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ ആ പ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞു. കൂടാണ്ട് ഒരു എക്സസൈസ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണം. നല്ലൊരു 45 minutes ഉള്ള യോഗ, എക്സസൈസ്, ഷുഗർ, ആൽക്കഹോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഫൈബറും പ്രോട്ടീനും റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. കട്ട് ഡൗൺ കാർബ് ആൻഡ് ഫാറ്റ്. മില്ലറ്റോ അല്ലെങ്കിൽ ബ്രൗൺ റൈസോ പോലത്തത് ഇൻക്ലൂഡ് ചെയ്യുക. റിഫൈൻഡ് ആയിട്ടുള്ളത് എല്ലാം നമ്മുടെ ഡയറ്റിൽ നിന്ന് മാറ്റുക. വളരെയധികം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു മെഡിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. നോട്ട് ഫോർ ചിൽഡ്രൻ, നോട്ട് ഫോർ പ്രഗ്നന്റ് ലേഡീസ്. എന്തെങ്കിലും സ്ട്രോങ് അലർജീസോ എന്തെങ്കിലും ഒരു ഫ്രൂട്ടിനോടോ വെജിറ്റബിളിനോടോ അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓവറോൾ ആയിട്ട് മോറോ ലൈഫ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BMI മാനേജ് ചെയ്യാനും വെയിസ്റ്റ് ആൻഡ് ഹിപ്പ് സൈസ് കൺട്രോൾ ചെയ്യാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് മെറ്റബോളിസം കറക്റ്റ് ആക്കാനായിട്ട് ഫുൾനെസ് ഫീല് വരാൻ ഇൻഫ്ലമേഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ഡൈജഷൻ ഹെൽത്തിന് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടിരിക്കാൻ സ്കിൻ ഹെൽത്ത് ഇമ്മ്യൂണിറ്റി സ്ട്രെസ് മാനേജ്മെൻറ്റ് ഫാറ്റ് ബേണിംഗ് ഒരു ലൈറ്റർ ഫീലിംഗ് തരാനായിട്ട് ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് എല്ലാ വൈറ്റമിൻസും മിനറൽസും
പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും അധികം കാര്യങ്ങളാണ് നമ്മുടെ മോറോ ലൈഫ് നമ്മളൊരു ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ. അതൊരു വെയിറ്റ് ലോസിലാണെങ്കിൽ അതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, അല്ലാണ്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓവറോൾ നമ്മുടെ ഹെൽത്തിനെ, ഓവറോൾ നമ്മുടെ ബോഡി മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കുറച്ച് ഭക്ഷണമല്ല കഴിക്കേണ്ടത്, നമ്മൾ ശരിയായ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ദാറ്റ് ഇസ് യു ഡോണ്ട് ഹാവ് ടു ഈറ്റ് ലെസ്, യു ഹാവ് ടു ഈറ്റ് റൈറ്റ്. ഇഫ് എ ഡയറ്റ് ഇസ് റോങ്, മെഡിസിൻ ഇസ് ഓഫ് നോ യൂസ് എന്ന് പറയും. അതായത് തെറ്റായ ഒരു ഡയറ്റ് ആണെങ്കിൽ മെഡിസിൻ കൊണ്ട് കാര്യമില്ല. ശരിയായൊരു ഡയറ്റ് ആണെങ്കിലും മെഡിസിൻ കൊണ്ട് കാര്യമില്ല, കാരണം ആവശ്യം വരില്ല. ദാറ്റ് ഇസ് വെൻ ഡയറ്റ് ഇസ് റൈറ്റ്, മെഡിസിൻ ഇസ് ഓഫ് നോ യൂസ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മോറോ ലൈഫ് സപ്പോർട്ട് ചെയ്താൽ വെയിറ്റ് മാനേജ്മെൻറ്റിനും ഓവറോൾ ഹെൽത്തിനും വെയിറ്റ് ലോസിനും എല്ലാത്തിനും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് മോറോ ലൈഫ്. സോ ഫോർ മോർ product related videos, just subscribe the channel. If you like the video, just give a thumbs up, and if you find it informative, just share with your friends. Thank you.